Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ഒരു ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം മെയ് 25 മുതൽ 29 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണി വലിയ ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആഴ്ചയുടെ തുടക്കത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ ഇടിവും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിലേക്ക് നീങ്ങുന്നുവെന്ന പ്രതീക്ഷയും നിക്ഷേപകരിൽ വലിയ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയുണ്ടായി. ഇതോടെ നിഫ്റ്റി വീണ്ടും 24,000 പോയിന്റ് കടന്ന് മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു. എന്നാൽ ചൊവ്വാഴ്ച മുതൽ സ്ഥിതി മാറി തുടങ്ങി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വീണ്ടും ശക്തമായതും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് തുടർച്ചയായി പണം പിൻവലിച്ചതും വിപണി സമ്മർദ്ദത്തിലാക്കി. മാസാവസാന F&O എക്സ്പയറിയും സമീപകാല റാലിക്ക് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗും വിപണിയിൽ വലിയ അസ്ഥിരത സൃഷ്ടിക്കുകയുണ്ടായി. നിക്ഷേപകർ പുതിയ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ആഗോള സംഭവ വികാസങ്ങൾ കൂടുതൽ വ്യക്തതയോടെ നിരീക്ഷിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വിപണി ദിശയില്ലാതെ നഷ്ടത്തിൽ അവസാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച വിപണി അതിശക്തമായ മുന്നേറ്റത്തോടെയാണ് ആരംഭിച്ചിട്ടുള്ളത്. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടായ കുത്തനെയുള്ള ഇടിവും അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളിലേക്കുള്ള പോസിറ്റീവ് റിപ്പോർട്ടുകളും നിക്ഷേപകരുടെ റിസ്ക് എടുക്കാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇതോടെ സെൻസസ് 1000-ലധികം പോയിന്റ് ഉയരുകയും നിഫ്റ്റി 24,000 കടക്കുകയും ചെയ്തു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ മികച്ച തുടക്കമിട്ടിട്ടും പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായി. ദിനാവസാനം സെൻസസ് 600 പോയിന്റിലധികം ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു. ബുധനാഴ്ചയും വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയും ജിയോ പൊളിറ്റിക്കൽ ആശങ്കകളും തുടരുന്നതിനാൽ വിപണി വീണ്ടും നേരിയൊരു നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുകയുണ്ടായി. വ്യാഴാഴ്ച ബക്രീദ് അവധിയായിരുന്നതിനാൽ വിപണി ക്ലോസ്ഡ് ആയിരുന്നു. വെള്ളിയാഴ്ച ആഴ്ചയിലെ ഏറ്റവും നിർണായകമായ വ്യാപാര ദിനമായി മാറി. MSCI റീബാലൻസിംഗും ആഗോള അനിശ്ചിതത്വങ്ങളും കാരണം അവസാന മണിക്കൂറിൽ കനത്ത വിൽപ്പന സമ്മർദ്ദം രൂപപ്പെട്ടു. ഇതോടെ സെൻസസ് 639 പോയിന്റും നിഫ്റ്റി 177 പോയിന്റും ഇടിഞ്ഞ് ആഴ്ച നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ശ്രദ്ധേയമായ കാര്യം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ താരതമ്യേന മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആഗോള വിപണിയിൽ ഈ ഒരാഴ്ച ശ്രദ്ധ കേന്ദ്രമായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധമായിരുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ സംഘർഷം കുറയുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ലോക ഓഹരി വിപണികൾ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമസ് കടലിടുക്ക് വീണ്ടും സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷ എണ്ണവില താഴാൻ കാരണമായി. ജപ്പാനിലെ നിക്കായ് ഇൻഡെക്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന നിലകളിൽ എത്തുകയും യൂറോപ്പിൽ വിപണിയിൽ മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് വ്യക്തമാക്കുന്നതും വിപണിക്ക് പിന്തുണയെ മാറുകയുണ്ടായി. ഈ ആഴ്ച നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൺസൂൺ പ്രവചനം. ഈ വർഷം ദീർഘകാല ശരാശരിയുടെ ഏകദേശം 90% മാത്രമേ മഴ ലഭിക്കൂ എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഗുരുതരമായ വരൾച്ച സാഹചര്യമാണെങ്കിലും കാർഷിക മേഖലയിൽ ചില സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മഴയെ ആശ്രയിക്കുന്ന കൃഷിയിടങ്ങളിൽ ഉൽപാദനം കുറയുകയാണെങ്കിൽ പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ വില ഉയരാൻ സാധ്യതയുണ്ട്. മുൻപോട്ടുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളായിരിക്കും. ഒന്നാമത് അമേരിക്ക ഇറാൻ ബന്ധത്തിലുള്ള പുതിയ സംഭവവികാസങ്ങൾ, രണ്ടാമത് ക്രൂഡ് ഓയിൽ വിലയുടെ നീക്കം, മൂന്നാമത് മൺസൂൺ സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ. കൂടാതെ വിദേശ നിക്ഷേപകരുടെ നിക്ഷേപ പ്രവാഹവും രൂപയുടെ മൂല്യവും വിപണിയെ ശക്തമായി സ്വാധീനിക്കും. നിലവിൽ നിഫ്റ്റി 23,500 മുതൽ 24,000 വരെയുള്ള പ്രധാന സപ്പോർട്ട് റെസിസ്റ്റന്റ് മേഖലയിലാണ് വ്യാപാരം നടത്തുന്നത്. ഈ നിലകളിൽ നിന്ന് വിപണി വ്യത്യസ്തമായ ദിശയിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുവെന്നതിൽ അടുത്ത ആഴ്ച നിർണായകമാകും. ദീർഘകാല നിക്ഷേപകർക്ക് ഇത്തരം അസ്ഥിര സാഹചര്യങ്ങൾ മികച്ച നിലവാരമുള്ള കമ്പനികളിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപം നടത്താനുള്ള അവസരമായി കാണാം. ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സിന്റെ ഈ ഒരു വീക്ക്ലി മാർക്കറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.